അറിയാത്ത പിള്ള ചൊറിയുമ്പോഴറിയും എന്നൊരു ചൊല്ലുണ്ട്. കലികാല വൈഭവം എന്നല്ലാതെ എന്തു പറയാൻ. പല കോലത്തിലുള്ള മരണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ വടികുത്തിപ്പിടിച്ചുള്ള ഒരു മരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്ന് മൂപ്പിൽ നായർ പറഞ്ഞതുപോലെ ചിങ്ങപ്പുലരിത്തലേന്ന് പാടം നിറയെ മൂത്തുപഴുത്ത് കാറ്റിലാടുന്ന കതിർമണികൾ കണ്ടും ചെറുചാറ്റൽ മഴ നനഞ്ഞും യാത്രക്കിടയിൽ ഇടയ്ക്കൊക്കെ വിശ്രമിച്ചും പറക്കുന്നതിനിടയിൽ ചിറകിനൊരു തളർച്ച തോന്നിയപ്പോൾ ചിങ്ങവനം പട്ടണത്തിലെ ഒരു തണൽ മരച്ചില്ലമേൽ വിശ്രമിച്ച് ചിങ്ങപ്പുലരി നാൾ തിരുനക്കരയിൽ തൊഴുത് ഏറ്റുമാനൂരപ്പനെയും വൈക്കത്തപ്പനെയും കണ്ട് ചോറ്റാനിക്കരയിലും തൊഴുത് മലയാള പിറവി ദിനത്തെ വരവേൽക്കാമെന്ന് വിചാരിച്ചു മയങ്ങുന്നതിനിടയിലാണ് ചിങ്ങവനത്തെ ബേക്കറിക്ക് മുൻപിൽ കണ്ട കാഴ്ച ഒറ്റമൈനയെ അമ്പരപ്പിച്ചത്. ഓടിച്ചെത്തിയ ഇരുചക്രവാഹനത്തിൽ നൂൽബന്ധമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ കടലിനും ചെകുത്താനും ഇടയിൽപ്പെട്ടതുപോലെ അങ്ങനെ ഇരിക്കുകയാണ്. ആൾക്കാർ ഓടിക്കൂടുന്നു, ആകെ കോലാഹലം. സംഗതി എന്തെന്നറിയാൻ ചെവി ഓർത്തപ്പോഴല്ലേ കാര്യങ്ങളുടെ ഗുട്ടൻസ് പുറത്തു ചാടിയത്. കൂട്ടുകാരായ കുടിയന്മാർക്കൊപ്പം അടിച്ചു പൂസായപ്പോൾ കൂട്ടത്തിൽ ചിലർ ഈ പുരുഷകേസരിയോട് ഒരു കാര്യം പറഞ്ഞു. എടാ പുരുഷ, നീ ഒരു പുരുഷനാണെങ്കിൽ ഇവിടെ നിന്നും ചിങ്ങവനം വരെ ഉടുതുണിയില്ലാതെ ഈ ബൈക്കിൽ ഒരു സവാരി നടത്തി വാ. ഒരു ജാക്ക് ഡാനിയലും ജോണി വാക്കറും 2000 രൂപയും സമ്മാനം തരും. ഓഫർ നൽകിയ വിൽസൺ ഗൾഫുകാരനായതുകൊണ്ടാവാം പുരുഷൻ പന്തയം ഉറപ്പിച്ചു. ഉടുതുണി ഊരി വെച്ച് അരഞ്ഞാണച്ചരട് പോലും ഇല്ലാതെ അയാൾ ബൈക്കിൽ കയറി യാത്രയായി. എടാ വേണ്ടാടാ, ചതിയാടാ എന്നൊക്കെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞെങ്കിലും മദ്യലഹരിയിലായിരുന്ന പുരുഷൻ അതൊന്നും കേട്ടതേയില്ല. പെട്രോൾ വറ്റിത്തീരാറായ ബൈക്കിലാണ് തന്റെ യാത്രയെന്ന് പോലും ആ അയ്യോ പാവം അറിഞ്ഞില്ല. പാതിരാത്രിയിൽ തുണിയില്ലാതെ പട്ടണത്തിലെത്തിയതും ഇന്ധനം തീർന്ന വണ്ടി 2-3 തവണ കിതച്ച് പിടച്ച ശേഷം നടുറോഡിൽ നിന്നു. പുരുഷൻ പലവട്ടം കിക്കറടിച്ചു, നോ രക്ഷ. വണ്ടി ചത്തു, ഒപ്പം പുരുഷൻ ചാവാതെയും ചത്തു. ആൾക്കൂട്ടം എത്തി, ചിലരൊക്കെ ചെകിടത്ത് പടക്കം പൊട്ടിച്ചു. ബീക്കൺ ലൈറ്റ് ഇട്ട് പോലീസ് വാഹനം എത്തിയതോടെ പുരുഷന്റെ ബോധം മറഞ്ഞു. കഷ്ടകാല സമയത്ത് തലമുണ്ടനം ചെയ്താൽ അന്ന് കല്ലുമഴ പെയ്യുമെന്നാണല്ലോ ചൊല്ല്. പുരുഷന്റെ ഗതി അധോഗതിയിലായെന്ന് പറഞ്ഞാൽ മതി. കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കരുത് പുരുഷ കിടാവിനെ കെട്ടാൻ. വാനര ജന്മങ്ങളുടെ പിന്മുറക്കാർക്ക് എന്തിനാണ് ഉടുതുണിയെന്നാണ് ഒറ്റമൈനയുടെയും ചോദ്യം.